ഹായ് ഹലോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും രാവിലെ പോകാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റതും പിള്ളേർക്ക് ചായയൊക്കെ കൊടുത്ത് മദ്രസയ്ക്ക് വിട്ടുവന്ന് അത് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറി. ആദ്യം തന്നെ ചോറ് വെച്ച്, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, തലേന്ന് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് വിസിൽ വന്ന് കുക്കർ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് നൂലുപുട്ടാണ്. അപ്പോൾ നൂലുപുട്ടിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ. ലേശം ഉപ്പൂടെ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ച് അത് കഴിഞ്ഞ് മാവ് ചരിച്ചെടുക്കുകയാണ്. അപ്പം മാവ് ഞാൻ മേടിക്കണതല്ല കേട്ടോ, നാട്ടിൽ പോയി വരുമ്പോൾ ഉമ്മ ആക്കി തരുന്നതാണ്. ഇത് ഉമ്മ എന്നെ കഴുകി ഉണക്കി വറുത്ത് പൊടിച്ച് വറുത്ത മാവാണ് കേട്ടോ. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ലേശം കളറ് കുറവായിരിക്കും, ബാക്കിയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഉച്ചയ്ക്കൊക്കെയുള്ള കറിയും കൂടിയാണ്. ചെള്ളിപ്പൊടി വറുത്തെടുക്കണതാണ് കേട്ടോ, മുരിങ്ങാക്കോലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും വറുത്ത് മാറ്റി. അപ്പോൾ വെള്ളം തിളച്ചുകൊണ്ട് ഇരുന്നുണ്ട്. അപ്പോഴേക്കും ഇത് പീച്ചാനായിട്ട് ഇടിയപ്പത്തിൻ്റെ തട്ടിൽ എണ്ണ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ രണ്ട് തട്ടിലും എണ്ണ തേച്ച് കൊടുത്ത് ലേശം തേങ്ങയും കൂടെ ആ കുഴിയിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചത് ഇരിപ്പുണ്ടെങ്കിൽ ഇടും, ഇല്ലെങ്കിൽ തേങ്ങ ഇടാതെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് മാവും സെറ്റാക്കി എടുത്ത് ചൂടാറുമ്പോഴേക്കും തന്നെ അതിനകത്ത് നിറച്ച് ഞാൻ പീച്ചി തുടങ്ങിയിട്ടാ. അങ്ങനെ പീച്ചി എടുത്ത് ഒരു തട്ട് ഓക്കെ ആയി. അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ, ചൂടാറുന്നതിന് മുമ്പ് തന്നെ അതിലോട്ട് നിറച്ചത് കാരണം. അപ്പം അതാകുമ്പോൾ അധികം ബലം പ്രയോഗിക്കേണ്ടി വരില്ല, പെട്ടെന്ന് പീച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ആവി വയ്ക്കാൻ കയറ്റിയിട്ടാ. അതിൻ്റെ ഇടയിൽ കുക്കറിൻ്റെ എയർ പോയി ചോറായി. ഒരു വിസിലടുപ്പിച്ചാണ് കേട്ടോ കുക്കറിൽ, വേറെ ഒട്ടലോ ആരോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇടിയപ്പം ആയി വന്നു. ഒരു തട്ട് ഇടിയപ്പം ആയി. പിന്നെ അവർക്ക് വന്നിട്ട് കഴിക്കാൻ അതിൻ്റെ ഒപ്പം ചായയും കൂടെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ എത്തിയിട്ടില്ല. പിന്നെ കറിയും ഞാൻ ആക്കി. അതിൽ മുരിങ്ങക്കോല്, മാങ്ങ, തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് വേവിച്ച് അതിലോട്ട് തേങ്ങ അരച്ച് ചേർത്താണ് കേട്ടോ. തേങ്ങ അരച്ച് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ കടുക് പൊട്ടിച്ച് ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അത് അങ്ങനെ ഓക്കെ ആയി. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി. ഇന്നത്തെ രാവിലത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ.